വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് തറക്കല്ലിട്ടു. തറക്കല്ലിടൽ നിർവഹിച്ചു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഒരുമയും ഐക്യവുമാണ് ദൗത്യത്തിന്റെ ശക്തി. കേന്ദ്രം സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ലെന്നും പിണറായി വിജയൻ. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീടുകൾ കൂടി ഉണ്ടാകുമെന്ന് വി.ഡി. സതീശൻ. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിലുള്ളവർക്കിടയിൽ HIV വ്യാപനം. HIV ബാധിച്ചത് ഒരേ സിറിഞ്ചിൽ നിന്ന് ലഹരി ഉപയോഗിച്ച 10 പേർക്ക്. 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികൾ. മലപ്പുറം താനൂരിൽ ലഹരിക്ക് പണം നൽകാത്തതിന് യുവാവ് മാതാപിതാക്കളെ ആക്രമിച്ചു. വിവാദ പരാമർശവുമായി KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്വകാര്യ സർവകലാശാല ബില്ലിലെ സഭ ചർച്ചയിലെ ദൈർഘ്യം നീണ്ടുപോയതിൽ സ്പീക്കർക്കെതിരെ പരോക്ഷ വിമർശനം. ക്രിമിനൽ കുറ്റമാണെങ്കിൽ സഹതപിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. താനെത്തിയത് ലീഗ് കോട്ടയായ മലപ്പുറത്തു നിന്നും. സ്വാഭാവികമായി ഉശിര് കൂടുമെന്നും ജലീലിന്റെ പോസ്റ്റ്. കൊല്ലത്തെ നടുക്കി 2 ഇടത്തായ ആക്രമണം. കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് വധശ്രമ കേസിൽ പ്രതിയായ താച്ചയിൽ മുക്ക് സ്വദേശി സന്തോഷ്. കൊലപാതകം വീടിന് നേരെ ബോംബെറിഞ്ഞ ശേഷം. ഓച്ചിറ വാവക്കാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. ഗുണ്ടാകുടിപ്പക സംശയിച്ച് പോലീസ്. കൊടകര കുഴൽപ്പണക്കേസ് ലോക്സഭയിൽ ഉന്നയിച്ചു കൊടിക്കുന്നിൽ സുരേഷ് MP. ED കേസ് അന്വേഷണം BJPക്കായി അട്ടിമറിച്ചെന്ന ആരോപണം. പണമെത്തിയത് കേന്ദ്ര നേതാക്കളിൽ നിന്ന്. രാഷ്ട്രീയ ബന്ധം ED അന്വേഷിച്ചില്ല. പാർലമെന്റിൽ ബഹളം വെച്ച് BJP അംഗങ്ങൾ. കൂടുതൽ സംസാരിക്കാൻ കൊടിക്കുന്നിലിനെ അനുവദിക്കാതെ ചെയർ. സംസ്ഥാനങ്ങളിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ മാർഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്രം. ചൂട് കാരണമുള്ള പ്രശ്നങ്ങൾ നേരിടാൻ ജില്ലാതലത്തിൽ നടപടിയെടുക്കണം. അഗ്നിശമന വകുപ്പ് കർശന പരിശോധന തുടരണമെന്നും നിർദ്ദേശം. സംസ്ഥാനങ്ങൾക്ക് കത്തയച്ച ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി. ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ വിളിച്ചു വരുത്താൻ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി. ജഡ്ജിയുടെ മൊഴി രേഖപ്പെടുത്തും. യശ്വന്ത് വർമ്മയെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന ബാർ അസോസിയേഷൻ. വിവിധ സംസ്ഥാനങ്ങളിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റുമാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കണ്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചു. പുടിന്റേത് റഷ്യ-ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ആദ്യ ഇന്ത്യൻ സന്ദർശനം. തിയേറ്ററുകൾ ഇളക്കി മറിച്ച എമ്പുരാന്റെ മാസ് എൻട്രി. കേരളത്തിൽ മാത്രം 750-ലേറെ സ്ക്രീനുകളിൽ പ്രദർശനം. കൊച്ചിയിലെ ആദ്യ ഷോക്കെത്തി മോഹൻലാലും പൃഥ്വിരാജും മണിയറ പ്രവർത്തകരും. റെക്കോർഡുകൾ തകർത്ത് ആദ്യ ദിന കളക്ഷൻ. വിദേശ രാജ്യങ്ങളിലും എമ്പുരാന് ആവേശ വരവേൽപ്പ്.